ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്സാണ്. നമ്മളുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാലോ പിന്നെ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടന്നാലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റ് ഏറിയ ഒരു ഈവനിങ് സ്നാക്സാണ്. മുട്ട കൊണ്ടും ചിക്കൻ കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സാണ്. നല്ല സോഫ്റ്റാണിത് കഴിക്കാനായിട്ട്. പിന്നെ ഒരു പ്രാവശ്യം കഴിച്ചവർ വീണ്ടും വീണ്ടും കഴിക്കും, അത്രയ്ക്കും ടേസ്റ്റുള്ളൊരു സ്നാക്സാണിത്. ഇത് നമ്മുടെ വീട്ടിൽ പിന്നെ ആരെങ്കിലുമൊക്കെ പെട്ടെന്നൊക്കെ വന്നാലും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു മൈദപ്പൊടിയാണ് എടുക്കുന്നത്. ഒരു കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് പൊടി എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റാണ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പാണ്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്താൽ ഒരു സോഫ്റ്റ് കിട്ടാനായിട്ടാണ് പഞ്ചസാര. പിന്നെ അതിലേക്ക് ഒരു കോഴിമുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം കൂടെ ഇളം ചൂടുള്ള പാല് വേണം. നല്ല തിളച്ച പാല് വേണ്ട. പാലൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് ചൂടാറി കഴിയുമ്പം നേരിയ ചൂടോടുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരു അര ഗ്ലാസ്സോളം മതിയാവും. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് ഒഴിച്ചിട്ട് എല്ലാം കൂടെ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കണം. എന്നിട്ട് വെള്ളം പോരെങ്കിൽ പിന്നെ ഈ പാല് തന്നെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒട്ടും ഒഴിക്കരുത്. പാൽ കൊണ്ട് തന്നെ വേണം ഇത് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പാലൊക്കെ ഒഴിച്ചാൽ. പാലും മുട്ടയൊക്കെ വെച്ച് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ കുറച്ചും കൂടെ എനിക്കത് പോരാണ്ടായപ്പോൾ കുറച്ചും കൂടെ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ കുഴച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കില്ലേ, പൂരിക്കൊക്കെ അതുപോലെ ആക്കിയെടുക്കണം. നല്ലപോലെ കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് മൂടി വെക്കാം. ഇത് മൂടി വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് പൊങ്ങി വരും. ഇത് ഈസ്റ്റൊക്കെ ഇട്ടതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് പൊങ്ങി വരും. ഇതിൽ മൂടി വെച്ചതിന് ശേഷം അതിലേക്കുള്ള ഒരു ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് സവാളയും ഒരു പച്ചമുളകും കുറച്ച് മല്ലിയിലയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതൊരു ചമ്മന്തിയാണ്. പിന്നെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് പിച്ചെടുത്തേക്കണേന്. പിന്നെ ഒരു 4 മുട്ട എടുത്തിട്ട് അത് പുഴുങ്ങി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് പിന്നെ 2ആയി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഈ പൊടിയൊക്കെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അതൊന്നും കൂടെ ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കിയതിന് ശേഷം ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുത്തിട്ട് അത് കുറച്ച് പൊടി വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. ഒന്നെങ്കിൽ ചെറുതായി നമ്മൾ ഭൂരിയുടെ അത്രയും വേണ്ട, അതിൽ ചെറുതായിട്ട് പരത്തിയെടുക്കാം. ഇല്ലെങ്കിൽ വലിയതായിട്ട് പരത്തിയെടുത്തിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. നമുക്ക് എളുപ്പം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം. ഞാനിങ്ങനെ ചെറുതായിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഇതുപോലെ പരത്തി നമ്മളിങ്ങനെ വെച്ച് മാറ്റി വെക്കണം. എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഇതേപോലെ ഇങ്ങനെ ചെയ്താൽ മതി. അതിന് നടുക്ക് കുറച്ച് ചിക്കൻ്റെ പീസ് വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് മയോണിക്സ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. അതും 1 സ്പൂൺ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ചമ്മന്തി വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു പീസ് മുട്ടയുടെ ഒരു പീസും കൂടെ വെച്ച് കൊടുത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം, കട്ട് ചെയ്തെടുക്കണം. ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ അതിൻ്റെ സൈഡൊക്കെ നല്ലതുപോലെ ഒന്ന് നമുക്കിഷ്ടമുള്ള ഇതിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അത് ഫില്ലിങ് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണത്. അങ്ങനെ പിന്നെയും ഒരെണ്ണമാക്കി വെച്ചിട്ടുണ്ട്. ഇത് 2ാമത്തെ ഇതാണ് ഉണ്ടാക്കി വെക്കണത്. അപ്പം ആദ്യം ചിക്കൻ വെക്കണം. അതിൻ്റെ മുകളിൽ പിന്നെ മയോണിക്സ് 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചമ്മന്തി വെച്ച് കൊടുക്കണം. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു പീസ് മുട്ട വെക്കണം. എന്നിട്ട് അത് വേറൊരു ഇതുകൊണ്ട് മൂടി വെച്ചിട്ട് അതൊന്ന് പിന്നെ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതാക്കി വെക്കണം. പിന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് എണ്ണ ഞാനൊരു പാനിൽ ഒഴിച്ചിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ
ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വെക്കണം. പിന്നെ പെട്ടെന്ന് കരിഞ്ഞ് പോകും. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഒരു സ്നാക്സാണിത്. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങൊക്കെ ഒന്നും കൂടെ ഈ ഓയിലിൽ കിടന്നിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഇത് കഴിക്കാനായിട്ട്. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നല്ലൊരു ടേസ്റ്റുള്ള പിന്നെ ഈവനിങ് സ്നാക്സാണ്. ഇതിന് തുറക്കലപ്പം എന്ന് പറയും. പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. പിന്നെ ഞങ്ങളിവിടെയൊക്കെ തുറക്കലപ്പം എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് പിന്നെ നോമ്പ് തുറക്കൊക്കെ പറ്റിയ നല്ലൊരു സ്നാക്സാണിത്. പിന്നെ നല്ലതുണ്ട് ഉള്ളു പുറമേ നല്ല ക്രിപ്സി ആയിരിക്കുന്നുണ്ട്. ഉള്ളു നല്ല സോഫ്റ്റാണ്. മുട്ടയും ചമ്മന്തി മയോണൈസൊക്കെ നല്ല വെളിച്ചെണ്ണ കിടന്ന് നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. ഇത് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിച്ച് നോക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതിനുള്ളിൽ മുട്ടയും ചിക്കനൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. ഇപ്പോൾ നമ്മളിവിടെ ഒരു ഗസ്റ്റൊക്കെ വന്ന് ഇത് ഉണ്ടാക്കി കൊടുത്തതിനാൽ അവർക്ക് പിന്നെ ഇത് റെസിപ്പി നമ്മളോട് ചോദിക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ളൊരു ഈവനിങ് സ്നാക്സാണ്. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.